ലെബനനിലെ ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തെ ഇറാൻ തിങ്കളാഴ്ച പ്രശംസിച്ചു. ഹിസ്ബുള്ളയെ പ്രശംസിക്കുക മാത്രമല്ല, അത്തരം ആക്രമണങ്ങൾ തടയാനുള്ള കഴിവ് ഇസ്രയേലിന് നഷ്ടപ്പെട്ടു എന്നാണ് ഇറാന്റെ അഭിപ്രായം. ഇസ്രയേൽ സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രമായ ഗ്ലിലോഡ് ബേസ് ലക്ഷ്യമിട്ട് ഇറാനിയൻ പ്രോക്സി ഗ്രൂപ്പ് ഇസ്രയേലിനെതിരായ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള ഞായറാഴ്ചയാണ് പറഞ്ഞത്. ലബനീസ് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ മറയ്ക്കാനോ വളച്ചൊടിക്കാനോ സെൻസർ ചെയ്യാനോ സയനിസ്റ്റ് ഭരണകൂടത്തിന് കഴിഞ്ഞേക്കും. എന്നാൽ നിലവിലുള്ള വസ്തുതകൾ മാറില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. ഇസ്രായേൽ സൈന്യത്തിന് ആക്രമിക്കാനുള്ള ശേഷിയും അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്ത്രപരമായ ആക്രമണങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നാണ് ഇറാന്റെ ഭാഗം. ഹിസ്ബുള്ള ആക്രമണം അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ആഴത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. ഇസ്രയേലിന് ദോഷകരമായി ഇത് ബാധിക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളുടെ സമയവും സ്ഥലവും പ്രവചിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്രയേലിന് സമഗ്രമായ പിന്തുണയുമായി അമേരിക്ക ഉണ്ടെങ്കിലും അത് ഫലം കണ്ടിട്ടില്ല. ഹിസ്ബുള്ള ആക്രമണം ഇറാന്റെയും സഖ്യകക്ഷികളുടെയും ഇസ്രായേലിനെതിരായ പ്രതികാരത്തിന്റെ ഭാഗമാണെന്ന് ഇറാനിയൻ സൈനിക മേധാവി പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ച സംഭവത്തിൽ ടെഹ്റാന്റെ പ്രതികരണം അനിവാര്യം തന്നെയാണ്. എങ്ങനെ എപ്പോൾ പ്രതികാരം ചെയ്യണമെന്ന് ഇറാൻ തീരുമാനിക്കുമെന്നും ബാഗേരി കൂട്ടിച്ചേർത്തു. ഓരോ അംഗവും അവരുടെ സ്വന്തം പദ്ധതിക്കും ശേഷിക്കുമനുസരിച്ച് ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. ഹിസ്ബുള്ളയുടെ ആക്രമണത്തോടെ കണ്ടത് പ്രതികാരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇസ്രയേലിനെതിരെ ആദ്യഘട്ട തിരിച്ചടി പൂർത്തിയാക്കിയതായി ഹിസ്ബുള്ളയും പറഞ്ഞിട്ടുണ്ട്. റോക്കറ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിൽ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യവും വന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പൊതു ഇടങ്ങളും അടച്ചു. ഹിസ്ബുള്ള കമാൻഡറുടെ കൊലപാതകത്തിന് മറുപടിയായാണ് ആക്രമണം എന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം. ഞായറാഴ്ച രാവിലെ മുതൽ ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് നിർവീര്യമാക്കിയത് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. 3 ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെട്ടതായാണ് അമാൽ മൂവ്മെന്റ് അവകാശപ്പെട്ടത്. 320 റോക്കറ്റുകളും ഡ്രോണുകളും ഹിസ്ബുള്ള കമാൻഡറുടെ കൊലപാതകത്തിന് പകരമായി ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടതായാണ് ഹിസ്ബുള്ള അവകാശപ്പെട്ടത്. ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന ഭീതി നിലനിൽക്കുന്നതിന് ഇടയിലാണ് നിലവിലെ ആക്രമണം അരങ്ങേറിയത്. ഗാസയിലെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ നിത്യേന എന്ന രീതിയിൽ ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ ഇത്തരം ആക്രമണങ്ങൾ പതിവാണ്. പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ളയുടെ ആക്രമണമുണ്ടായത്. ഹമാസ്, ഹിസ്ബുള്ള എന്നിവയെ ഭീകരവാദ സംഘടനയായി ഇസ്രയേലും ബ്രിട്ടനും മറ്റ് നിരവധി രാജ്യങ്ങളും പ്രഖ്യാപിച്ചവയാണ്. കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം 560-ലേറെ പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ആരോഗ്യ മന്ത്രാലയം വിശദമാക്കുന്നത്. ഇതിൽ ഹിസ്ബുള്ള തീവ്രവാദികളും 26 സാധാരണക്കാരും 23 സൈനികരുമുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. അതിർത്തി മേഖലകളിൽ 2 ലക്ഷം പേരാണ് ചിതറിപ്പാർക്കേണ്ടി വന്നത് എന്നാണ് UN വിശദമാക്കിയത്. 2006-ന് ശേഷം ഹിസ്ബുള്ള നടത്തിയ ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഞായറാഴ്ച നടന്നത് എന്ന് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ദക്ഷിണ ലെബനൻ അതിർത്തിയോട് ചേർന്നുള്ള മേഖലയിൽ 100ഓളം യുദ്ധവിമാനങ്ങൾ ആയിരക്കണക്കിന് റോക്കറ്റുകൾ തകർത്തതായാണ് ഇസ്രായേൽ സൈന്യം അവകാശം ഉന്നയിക്കുന്നത്. ഇറാന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഭീഷണി ഇസ്രയേലിന് മുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പെന്റഗൺ പോലും പറയുന്നുണ്ട്. ഹിസ്ബുള്ള 100-ലധികം റോക്കറ്റുകൾ അയച്ചത് ആക്രമണം അവസാനിപ്പിച്ചു എന്നതിന്റെ സൂചനയല്ലെന്നും ഏത് സമയവും അവർക്കുമേൽ ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ടെന്നും പെന്റഗൺ വക്താവ് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾ ആക്രമണം തുടരുമെന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പോഴും ഇസ്രയേലിന് നേരെ ഏത് സമയവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. അത്തരം സാഹചര്യങ്ങൾ ഒഴിവായിട്ടില്ല എന്നും പാട്രിക് റൈഡർ പറയുന്നുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ ഭീഷണി ഉയർത്തുന്നതല്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഉയരുന്ന ആണവായുധ ഭീഷണികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ഇസ്രായേലും യോജിച്ച് നിൽക്കണമെന്നും യോവ് ഗാലന്റ് പറയുന്നു. US ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ സിക്യുവുമായി യോവ് ഗാലന്റ് കൂടിക്കാഴ്ച നടത്തി. ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ മിലിറ്ററി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് പറയുന്നുണ്ട്. ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇരുപക്ഷവും തീരുമാനിച്ചിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഇരു കൂട്ടരും പറയുന്നത്.